അപ്പം വീട്ടിലൊതുങ്ങി ഒരുപാട് സ്ട്രെസ്സും കുറേ കാര്യങ്ങളുമായിട്ടൊക്കെ സ്ട്രെസ്സ് കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. കുറേ അമ്മമാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും, കുറേ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അവർക്കുള്ള വീഡിയോയാണ്. അപ്പം നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ച് നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നിൽക്കരുത്. കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടമായിട്ട് ചെയ്യുന്നതായിരിക്കും, പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ കടമകളും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുക. പക്ഷെ ഒരു സമയത്ത് നമ്മളെപ്പോഴും ആലോചിക്കണം, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഒരു സമയം മാത്രം മതി നമുക്ക് നമ്മളുടെ സഹായം പലർക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സ്റ്റേജിൽ മാത്രം മതിയായിരിക്കും നമ്മുടെ ആവശ്യങ്ങളൊക്കെ. അത് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് അവർ തന്നെ നമ്മളോട് പിന്നീട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ അന്നത് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരുന്നത് എൻ്റെ കുറ്റമാണോ എന്ന് അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരു രീതിയെ വരുള്ളൂ. അപ്പോഴും നമുക്കൊന്നും മറുപടി പറയില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷമമായിരിക്കും വരിക. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവർക്ക് നമ്മളോട് സ്നേഹമില്ലേ, ഒരു നന്ദിയില്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകും. പക്ഷെ അവർ പറയുന്നില്ല, നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നല്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. നമ്മൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു.